അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഇന്ന് നമ്മുടെ രണ്ടാമത്തെ കാൻഡിഡേറ്റിൻ്റെ വിസ വന്നു കേട്ടോ. B1B2 വിസ, 10 വർഷത്തെ B1B2 വിസ വന്നു. ഷിബിൻ്റെ കണ്ണൂരിൽ നിന്നുള്ള ഷിബിനാണ് നമുക്ക് ഇന്ന് വിസ കിട്ടിയത്. ഒരുപാട് സന്തോഷം. കാരണം വെച്ചാൽ നമ്മുടെ തുടങ്ങിയിട്ട് ആദ്യം ഇത്ര 1-2 മാസത്തിൻ്റെ 2 പേർക്ക് വിസ കിട്ടിയെന്നുള്ളത് വളരെ സന്തോഷമാണ്. ഷിബിൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരുപാട് എഫർട്ട് കൊടുക്കേണ്ട ആവശ്യം വന്നില്ല. കാരണം ഇൻ്റർവ്യൂ വേവർ ആയിരുന്നു. കാരണം ഇൻ്റർവ്യൂ എന്ന് വെച്ചാൽ ഷിബിന് C1D വിസ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആപ്ലിക്കേഷൻ ചെയ്തുകൊണ്ട് വന്ന സമയത്ത് തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ ഡയറക്റ്റായിട്ട് ആ ഒരു പാത്ത് വേയിലാണ് പോയത്. പക്ഷേ അത് കണ്ടപ്പോൾ ആദ്യം ഞെട്ടി, അതിനെക്കുറിച്ച് ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ മറ്റ് US വിസ, നോൺ ഇമിഗ്രൻ്റ് വിസ ഉള്ള ആളുകൾക്ക് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഇൻ്റർവ്യൂവിന് പോകാതെ തന്നെ വിസ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഷിബിൻ്റെ എക്സ്പീരിയൻസ്, അപ്പോൾ ഷിബിൻ്റെ ഞാനുമായിട്ടുള്ള എക്സ്പീരിയൻസ്, ഷിബിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് മുഴുവനായിട്ട് കാണാം. അപ്പം ഒരുപാട് സന്തോഷം ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ സപ്പോർട്ട്. ഹാവ് എ ഗ്രേറ്റ് ന്യൂ ഇയർ. USA B1B2 വിസ കിട്ടിയതും അതിനെന്നെ ഹെൽപ്പ് ചെയ്ത അതുമായിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ പുള്ളിയെ കോൺടാക്ട് ചെയ്തപ്പോൾ തന്നെ വേണ്ടവിധ ഗൈഡൻസും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് പുള്ളി പറഞ്ഞു തന്നു. അപ്പോൾ പിന്നെ ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത്, ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് നമ്മുടെ DS-160 ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഡീറ്റെയിൽസ്, പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിനകത്ത് ചെയ്യണം. അപ്പോൾ അത് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം, ഒരു മിസ്റ്റേക്കും വരുത്താതെ വളരെ ക്ലിയർ ആയിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ചെയ്യാനൊക്കെ പുള്ളി എന്നെ ഹെൽപ്പ് ചെയ്തു. എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നടന്നു. പിന്നെയുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ അപ്പോയിൻമെൻറ്റ് എടുക്കണം. അപ്പോൾ അതിനാണ് ഇപ്പോൾ ഒരു ചെറിയൊരു ഇപ്പോഴും ഇന്ത്യയിൽ നേരിട്ടുള്ള ചെറിയ പ്രശ്നം എന്ന് വെച്ചാൽ ഡേറ്റ് കിട്ടാനില്ല. ഡേറ്റ് കുറേ എന്താ പറയണ്ടേ, ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ട് മാത്രമേ ഡേറ്റ് സ്ലോട്ട് അവൈലബിൾ ഉള്ളൂ. പക്ഷേ പുള്ളി അതിലെനിക്ക് നെക്സ്റ്റ് മന്ത് തന്നെ, ഇപ്പോൾ ഞാൻ നവംബറിലാണ് പുള്ളി അപ്രോച്ച് ചെയ്തത്, പുള്ളി ഡിസംബറിൽ തന്നെ ഡേറ്റ് എടുത്തുതരാമെന്നുള്ളൊരു രീതിയിൽ പറഞ്ഞു. അപ്പം അതുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പ്രൊസീഡ് ചെയ്ത് പോയത്. എന്നാലും എൻ്റെ കാര്യം വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഓൾറെഡി US വിസ ഉള്ളതുകൊണ്ട്, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വാലിഡ് ആയിട്ടുള്ളൊരു US വിസ ഉള്ളതുകൊണ്ട് എനിക്ക് ഇൻ്റർവ്യൂ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് കിട്ടിയത് ഡ്രോപ്പ് ബോക്സ് ഓപ്ഷനാണ്. അതായത് ഇൻ്റർവ്യൂ വേവർ എന്ന് പറയും, അല്ലെങ്കിൽ ഡ്രോപ്പ് ബോക്സ് എന്ന് പറയും. അതായത് ഇൻ്റർവ്യൂ ഇല്ലാതെ തന്നെ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തിട്ട് വിസയുടെ പ്രോസസ്സിങ് കാര്യങ്ങൾ ചെയ്യുന്നൊരു ഓപ്ഷനാണത്. അപ്പോൾ അത് പുള്ളി എനിക്ക് ഓൾറെഡി എന്നോട് പറഞ്ഞിരുന്നു, ഇങ്ങനെ മെൻഷൻ ചെയ്തിരുന്നു, ഇൻ കേസ് വിസ ഉള്ളത് കൊണ്ട് ഇങ്ങനെ കിട്ടാൻ ഒരു ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളത് അപ്പോയിൻമെൻറ്റ് എടുക്കുന്ന ഒരു ടൈമിൽ ഈ ഒരു ഓപ്ഷനിലേക്കാണ് പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ കിട്ടി. ഡേറ്റ് ഡിസംബറിൽ തന്നെ വളരെ പെട്ടെന്ന് കിട്ടി. അപ്പോൾ ഡൽഹിയിലായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. അതായത് ഡൽഹിയിലെ വിസ ആപ്ലിക്കേഷൻ സെൻറ്ററിലായിരുന്നു ഈ ഡ്രോപ്പ് ബോക്സ് സംവിധാനം എനിക്ക് കിട്ടിയത്. അപ്പോൾ അങ്ങനെ ആ ഡേറ്റിന് അവിടെ ചെന്നു, രാവിലെ തന്നെ ചെന്നു. ഉച്ചക്കായിരുന്നു എനിക്ക് അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നത്, ഉച്ചയ്ക്ക് ശേഷമായിരുന്നു. പക്ഷേ എന്നിരുന്നാലും അവിടെ പോയി കഴിഞ്ഞിട്ട് അപ്പോൾ അവിടുത്തെ ആപ്ലിക്കേഷൻ സെൻറ്ററിൽ പുറത്ത് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ സെക്യൂരിറ്റീസൊക്കെ വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ USA-ക്കുള്ളതാണോ B1B2 ആണോ, എങ്കിൽ പെട്ടെന്ന് തന്നെ കയറിപ്പോന്ന് പറഞ്ഞ്. അങ്ങനെ ഏകദേശം ഒരു 10-11 മണി ആകുമ്പോൾ തന്നെ ഉള്ളിലേക്ക് എൻട്രി കിട്ടി. എല്ലാം അലൗഡാണ് അവിടെ. ബാക്ക് പാക്ക് അല്ലെങ്കിൽ നമ്മുടെ ഫോണും എല്ലാം അവിടെ അലൗഡാണ്. അങ്ങനത്തെ യാതൊരു റെസ്ട്രിക്ഷൻസും ഈ ഒരു കാര്യത്തിലില്ല. ഡ്രോപ്പ് ബോക്സ് നിന്ന് പോകുന്ന ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നേരെ ഇവിടെ ഉള്ളിലേക്ക് ചെന്നു. അവിടെ ചെന്ന് അപ്പോയിൻമെൻറ്റ്, എന്താ പറയുക, നമ്മുടെ DS-160 നമ്മൾ ഫില്ല് ചെയ്ത DS-160, പിന്നെ നമ്മുടെ പാസ്പോർട്ട്, ഇത്രയും കാര്യങ്ങൾ മാത്രമേ അവിടെ ആവശ്യമുണ്ടായിരുന്നു. പിന്നെ ഫോട്ടോയും. അപ്പം ഈ കാര്യങ്ങളെടുത്ത് അവിടെ ചെന്ന് നമ്മൾ ക്യൂവിൽ നിന്നിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഏകദേശം ഒരു 15-20 മിനിറ്റുള്ളിൽ നമുക്കുള്ളിലേക്ക് എൻട്രി കിട്ടി. അവിടുന്ന് ഇത് സബ്മിറ്റ് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു അത് പ്രോസസ്സിങ്ങിന് കൊടുക്കുന്നുണ്ട്, ഒരു 10-15 ഡേയ്സ് വർക്കിംഗ് ഡേയ്സിനകത്ത് നിങ്ങളെ അഡ്രസ്സിനകത്ത് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് അന്ന് തന്നെ നാട്ടിലേക്ക് തിരിച്ചു വരുന്നുണ്ടായത്. അപ്പം വളരെ എന്താ പറയണ്ടേ, സീംലെസ് ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി. ഏകദേശം ഒരു 1 മന്തിനകത്ത് എനിക്കിപ്പം പാസ്പോർട്ട് വീട്ടിലേക്ക് കിട്ടി, ഡെലിവറി ആയി, എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. 10 ഇയേഴ്സ് വരുന്ന USA B1B2 വിസ അപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ അതിന് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത് അതിലൂടെയാണ്. അങ്ങനെ ഞാൻ വളരെയധികം നന്ദി പറഞ്ഞു അതിനോട്. കാരണം പുള്ളി അപ് ടു ഡേറ്റ് ആണ്. എല്ലാ കാര്യങ്ങളും പുള്ളിക്ക് അതിനെപ്പറ്റി നല്ലൊരു നോളജ് ഉണ്ട് പുള്ളിക്ക്. അപ്പോൾ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും പുള്ളി അതുകൊണ്ട് ആൻസേഴ്സ് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഇനി അപ്ലൈ ചെയ്യുന്ന ആൾക്കാരും എന്താ പറയണ്ടേ, ഈ B1B2 ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും എൻ്റെ ഒരു ഓൾ ദി ബെസ്റ്റ്.
അതിലും എൻ്റെ താങ്ക്സ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. ഇനി വരുന്ന എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. നന്ദി.